ഇത് ഓർഡർ ഓഫ് സെന്റ് ജോർജ് പുരസ്കാരം നൽകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഫാദർ ഡാമീൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിക്കുന്ന കെ എ ഫിലിപ്പ് റമ്പാച്ചനാണ്. റമ്പാച്ചന്റെ അവാർഡ് ജേതാവായ ഫിലിപ്പ് റമ്പാച്ചനെ പരിചയപ്പെടുത്തുന്നത് ഇടവകയിലെ പ്രിയങ്കരനായ വികാരി ഫാദർ രാജു ദാനിയേൽ അച്ഛനാണ്. രാജു ദാനിയേൽ അച്ഛനെ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായുമായ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസുദ്ദീൻ കാതോലിക്ക ബാവ തിരുമനസ്, ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന തുമ്പവൻ ഭദ്രാസനാധിപൻ അഭിവന്ദനായ കുര്യാക്കോസ് മർഗൽമീസ് മെത്രാപ്പൊലിത്ത തിരുമനസ്, ഈ ഓർഡർ ഓഫ് സെന്റ് ജോർജ് സ്വീകരിക്കുന്ന വെരി റവറൻ കെ ഫിലിപ്പ് റമ്പാൻ, നവാഭിഷിക്തനായ വെരി റവറൻ സിൽവാനോസ് റമ്പാൻ, സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, പ്രിയപ്പെട്ട ചിറ്റിയും ഗോപകുമാർ MLA അവരുകൾ, ഇടവയുടെ ട്രസ്റ്റി അഡ്വക്കേറ്റ് ബാബുജി കോശാൻ, ഈ പെരുന്നാളിന്റെ പ്രോഗ്രാം കൺവീനർ പ്രൊഫസർ ജോർജ് വർഗീസ് കൊപ്പാറ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം അനിൽ വർഗീസ്, ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗം ശ്രീമാൻ ജേക്കബ് ജോർജ്, പ്രിയപ്പെട്ട ജോയി സാർ, വന്യവൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ വന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയപള്ളിയുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്ന് നാം അനുഗ്രഹീതരാണ്. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ ഇന്ന് ഇവിടെ എഴുന്നള്ളി നമ്മെ അനുഗ്രഹിച്ചു. രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കാതെ പോയതിന്റെ കാരണം പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പിക്കുകയുണ്ടായി. നമ്മുടെ മനസ്സിന്റെ ദുഃഖവും വ്യഥയും പരിശുദ്ധ പിതാവിന്റെ മഹനീയമായ സാന്നിധ്യത്തോടെ തീർന്നു. പരിശുദ്ധ പിതാവിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് ചന്ദനപ്പള്ളിയുടെ മക്കള് തൃപ്പാദങ്ങളിൽ നന്ദിയും ഭക്തിയാദരവും സമർപ്പിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, ഈ ഇടവയുടെ സെന്റ് ജോർജ് ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് നൽകുന്നത് നമ്മുടെ സഭയുടെ പരിശുദ്ധ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്ന് ഈ അവാർഡിന് വേണ്ടി ഈ ഇടവക തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. പലരുടെയും പേരുകൾ പ്രോഗ്രാം കമ്മിറ്റി കൂടി ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുടെ ഒരു നിർദ്ദേശം അതിനകത്ത് വന്നത്, ഈ സഭയിൽ സുദീർഘമായി നമ്മുടെ കേരളം വിട്ട് അനേക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഇപ്പോൾ പ്രായത്തിന്റെയും ശരീരാരോഗ്യത്തിന്റെ ഒക്കെ അവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ട എറമ്പാച്ചന് ഈ ആദരവ് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാനുണ്ടായിരുന്നു. അത് ഏറ്റവും ആദരണീയമായ ഒരു തീരുമാനമായിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ കരുതുകയാണ്. ആ വന്യനായ എറമ്പാച്ചന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം വീണ്ടും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന ആയുസ്സിന്റെ സമയം അത് ആരോഗ്യത്തോടെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം സർവേശ്വരൻ അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് രണ്ടുപേരെ ആദരിക്കുന്ന രംഗം കൂടിയുണ്ട്. ഈ ഇടവകയുടെ അംഗമായിരിക്കുന്ന സിൽവാനോസ് റമ്പാച്ചൻ, അദ്ദേഹം എറമ്പാ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത് ഏകദേശം 1 മാസം മാത്രമായുള്ളൂ. അതുപോലെ ഈയിടെയുടെ അംഗമായിരുന്ന പ്രിയപ്പെട്ട ജേക്കബ് ദാനിയേലച്ചന്റെ മകൻ ജേക്കബ് ഷമ്മാശനായി. അങ്ങനെ 2 പേര് 2 പദവിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരെ കൂടെ ആദരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് തീരുമാനമുണ്ടായി. അവർ 2 പേരും വേദിയിലുണ്ട്. എറമ്പാച്ചനും എല്ലാ അനുമോദനങ്ങളും ഭാവങ്ങളും ഷമ്മാശന്റെ തുടർന്നുള്ള പഠനവും സഭയുടെ ശുശ്രൂഷയിൽ ബലപ്പെടുവാനുള്ള കൃപയും നൽകട്ടെ എന്ന് ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്റെ കൃത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വന്യനായ എറമ്പാച്ചന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ചരിത്രം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1934 സെപ്റ്റംബർ മാസം 20-ാം തീയതി കരിമ്പിനേത്ത് കുടുംബത്തിൽ കൊച്ചുകുട്ടിയുടെയും ഏലിക്കുട്ടിയുടെയും മകനായി വയലത്തലിയിൽ ജനനം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാവേലിക്കര സെന്റ് പോൾസ് സുവിശേഷാലയത്തിൽ ചേർന്നു. പുണ്യശ്ലോകനായ
അഭിവന്ദ്യനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമത്തിന്റെയും ബാലഭവനത്തിന്റെയും ചുമതലക്കാരനായി അനാഥ കുട്ടികളുടെ അച്ഛനും അമ്മയുമായി തീർന്നു. ഇതേ തുടർന്ന് ആന്ധ്രയിലെ യാച്ചാരത്ത് ആരംഭിച്ച കുഷ്ഠരോഗികളുടെ കുഷ്ഠമില്ലാത്ത കുട്ടികളെ എടുത്തു വളർത്തുന്ന ബാലഗ്രാമിന്റെ ചുമതല സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പൂനെയിലെ ബാലഗ്രാം, ഒറീസയിലെ കലഹണ്ടി, ബാംഗ്ലൂരിലെ സ്നേഹസദൻ, ഹരിപ്പാട്, പനയമ്പാല, കോട്ടയം, ആൻഡമാൻസ്, ആഫ്രിക്ക തുടങ്ങിയ മിഷനുകളുടെ ചുമതല കഴിഞ്ഞ 50 വർഷക്കാലമായി വിശ്വസഭയോടെ എറമ്പാച്ചൻ നിർവഹിച്ചു വരികയാണ്. അനാഥരുടെയും അശരണരുടെയും കണ്ണീരൊപ്പാനുള്ള എറമ്പാച്ചന്റെ പരിശ്രമങ്ങൾ സ്വർഗീയ സന്നിധിയിൽ രേഖപ്പെടുത്തുന്നു എന്നത് നിസ്സംശയമാണ്. മലങ്കര സഭയിലെ ഫാദർ ഡാമിയൻ എന്ന വിശേഷണത്തിന് തികച്ചും അർഹനാണ് അഭിവന്ദ്യനായ ഫിലിപ്പറമ്പാച്ചൻ. സാമൂഹിക സേവന രംഗത്ത് അദ്ദേഹം ചെയ്തു വരുന്ന സേവനങ്ങളുടെ അംഗീകരിച്ചുകൊണ്ട് ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളി ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ഈ ആദരവ് അദ്ദേഹം കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ദൈവം എല്ലാ കരുത്തും ബലവും ആയുസ്സും നൽകട്ടെ എന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഒരു ചൊല്ലുണ്ട്, ഒരു മുൾച്ചെടി പറിച്ചു കളയുന്നവനെയും ഒരു പൂച്ചെടി വെച്ച് നട്ടു വളർത്തുന്നവനെയും സമൂഹം എന്നും സ്മരിക്കുന്നതാണ്. പ്രിയപ്പെട്ട എറമ്പാച്ചൻ മുൾച്ചെടി പറിച്ചു കളയുന്നു, പൂച്ചെടികൾ നട്ടു വളർത്തുന്നു. അതെവിടെ? ഇന്ത്യ ഭാരത രാജ്യത്തിന്റെ മിക്കയിടങ്ങളിലുമായി, കേരളത്തിലല്ല. പലരും കടന്നു ചെല്ലുവാൻ പ്രയാസപ്പെടുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ ത്യാഗനിർഭരമായ സേവനം ചെയ്ത് നമ്മുടെ സഭയുടെ അഭിമാനമായ വന്യറമ്പാച്ചന് ഈ ബഹുമതി നൽകി ആദരിക്കുകയാണ്. വന്യറമ്പാച്ചൻ ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിക്കും.